സ്വാഗതം. വീഡിയോയ്ക്ക് ആയിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കോട്ടയം വരെ പോകാൻ റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. മൊത്തം ഓട്ടമായിരുന്നു. ഇറങ്ങുക, ഓടുക, വണ്ടി പിടിക്കുക, എങ്ങനെയൊരു റെയിൽവേ സ്റ്റേഷനിൽ എത്തുക എന്നുള്ള ഇതിലായിരുന്നു. കാരണം വണ്ടിയുടെ ടൈമും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ടൈമും തമ്മിലൊന്നും ക്ലാഷായിപ്പോയി. അപ്പോൾ ഇന്നപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരുന്നു. നമുക്ക് വീഡിയോയ്ക്ക് ഒരു ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ബാക്കി വീഡിയോ ആയിട്ട് കാണാം. നമ്മുടെ കോട്ടയത്തേക്കുള്ള യാത്ര ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ സമയം കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പം ഞാൻ വഴിയിൽ കണ്ടൊരു ഓട്ടോയും പിടിച്ചുകൊണ്ട് വേഗം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുക ചെയ്തത്. ഞാൻ ബസ്സിന് പോകാമെന്നൊക്കെയായിരുന്നു പ്ലാൻ ചെയ്തത്, പക്ഷെ അതൊന്നും നടന്നില്ല. അങ്ങനെ ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. ഞാനിവിടെ പോസ്റ്റായിരുന്നു. 12:30 എത്തേണ്ട ട്രെയിൻ എത്തിയത് അരമണിക്കൂർ ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ നേരം പോസ്റ്റ് അടിച്ചിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ട്രെയിൻ എന്ന മഹാൻ വരികയാണ് സുഹൃത്തുക്കളെ, വരികയാണ്. ഇവനാണ് നമ്മൾ പറഞ്ഞ 11. 12:30 വരാമെന്ന് പറഞ്ഞ് എന്നെ ഇത്രയും സ്പീഡിൽ ഓടിച്ച് വരുത്തിയ 11 എന്ന്. അങ്ങനെ ഞാൻ ട്രെയിൻ കയറി. ട്രെയിനിൽ ലഗേജൊക്കെ ഒരു സൈഡിൽ വെച്ചതിന് ശേഷം വീഡിയോ എടുക്കാമെന്ന് തീരുമാനിച്ചു. എന്നിട്ട് പിന്നെ വാതിലിൻ്റെ അവിടെ പോയി നിന്ന് കുറേ കോപ്രായങ്ങൾ കാട്ടി വീഡിയോ എടുക്കുകയായിരുന്നു. പിന്നെ നമ്മുടെ എറണാകുളത്ത് എത്തിയപ്പോൾ നമുക്കൊരു കൂട്ട് കിട്ടി. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് കോട്ടയം വരെ പോയത്. ഓൺ ദി സെയിം ടൈം ഞങ്ങളുടെ ഫ്രണ്ട്സ് വർക്കല നിന്ന് വണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ 4 പേരും കൂടെ കോട്ടയത്ത് ചെന്ന് കണ്ടുമുട്ടാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞതിന് ശേഷം ഉള്ള ഞങ്ങളുടെ വട്ടുകൾ. ഉച്ചയ്ക്കൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ ഫുഡ് മുഖ്യം ബിഗിലെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കൊക്കോ റെസ്റ്റോറൻറ്റിലേക്ക് കയറിപ്പോകുന്ന കാഴ്ചയാണ് സുഹൃത്തുക്കളെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എസ്തെറ്റിക് സ്പോട്ട് അന്വേഷിച്ച് പോയി ഞങ്ങൾക്ക് പരീക്ഷാ ബുക്ക്ലെറ്റിനെ ഓർമ്മിപ്പിക്കുന്ന മെനു കാർഡും തേക്കാത്ത ചുമരുകളും സമ്മാനിച്ച കൊക്കോയ്ക്ക് താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ ഫുഡ് ആസ്വദിച്ച് കഴിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ കുമരകത്തേക്ക് വിട്ടു. ഞങ്ങൾ അവളുടെ വീട്ടിലെത്തി. ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സും സംഭവങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം വർത്താനം പറഞ്ഞും തമാശ പറഞ്ഞൊക്കെ കുറേ സമയം പോയി. പിന്നെ ഭക്ഷണം കഴിച്ചു. എല്ലാവരും ഒന്നിച്ചിരുന്ന് കുറേ സംസാരിച്ചു. പിന്നെ ഒരു 6 മാസത്തെ ഗ്യാപ്പോളം ഉണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയിട്ട്. അപ്പോൾ കുറേ കഥകൾ പറയാനുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ലൈഫിൽ കുറേ മെമ്മറീസ് സമ്മാനിച്ചൊരു രാത്രിയായിരുന്നു അത്. വീണ്ടും കണ്ടുമുട്ടുമ്പോൾ ഒരു റീയൂണിയനായിരുന്നു ഞങ്ങളുടെ. സത്യം പറയുകയാണെങ്കിൽ എന്തൊക്കെയോ കുറേ കഥകളും ഒക്കെ പറയാനുണ്ടായിരുന്നു എല്ലാവർക്കും. കുറേ സമയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞ് ഞങ്ങൾ അങ്ങ് തമാശ പറഞ്ഞ് അങ്ങനെ കുറേ സമയങ്ങൾ ഞങ്ങൾ ചിലവഴിച്ചു. അപ്പോൾ ഗായ്സ് നമ്മൾ ഇതാ വൈകുന്നേരം നമ്മൾ ടൂറിസ്റ്റ് ഹോമിലാണ് കേട്ടോ നിൽക്കുന്നത്. അവിടെ അടുത്ത് തന്നെയുള്ള ടൂറിസ്റ്റ് ഹോമാണ്. ഞങ്ങൾക്ക് 4 പേർക്കും കൂടിയുള്ളൊരു റൂമാണ്. ഞങ്ങൾ 4 പേരുണ്ട് ഇവിടെ. ഞങ്ങൾ ചൂടാണ് കേട്ടോ പുറത്ത്. അതുകൊണ്ട് നമുക്ക് ഈസിയുടെ ഉള്ളിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അങ്ങനെ രാത്രി കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് ഞങ്ങൾ കിടന്നപ്പോൾ തന്നെ ഒരു നേരമായിട്ടോ. അത് കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് വേഗം പോയി ഭക്ഷണം കഴിച്ചു. നമുക്ക് 12 മണിക്കാണ് ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ അതിന് മുമ്പ് റെഡി ആവണം. അപ്പോൾ ഒരു 11:30 ആകുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ നിന്ന് ചെക്കൗട്ടും ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ വേഗം എഴുന്നേറ്റ് റെഡിയായി. നമ്മൾ പാക്കിങ് കൂടെ ഇതിൻ്റെ ഒപ്പം നടത്തുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ലുക്സ് വരുന്നത്. ഞങ്ങൾ റെഡി ആയി കഴിഞ്ഞപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്താണ് ഈ കാണുന്നത്. അങ്ങനെ അനഘയും ഒരുങ്ങി ഇവിടെ എത്തിയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ അവളുടെ ലുക്കാണ് കാണുന്നത്. അവൾ സെലക്ട് ചെയ്തൊരു റെഡ് ലെഹങ്കയായിരുന്നു. കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. മേക്കപ്പും ഡ്രസ്സും എല്ലാം നല്ല ഭംഗിയായിരുന്നു. അവളെ കാണാൻ തന്നെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു പ്രത്യേകതരം സന്തോഷമായിരുന്നു. അപ്പോൾ അതാ ചെറുക്കനും കൂട്ടരും എത്തിയിട്ടുണ്ട്. ഇനിയപ്പോൾ പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് പ്രോഗ്രാംസൊക്കെ കാണാം. The sky, I was always in denial of what I saw right in front of me. And every time I'm
so damn lost to what I loved and what I lost. But let's get lost in love tonight. Hear a second voice inside my head, it's telling me to say the night again and hold on to the words we always said would be forever, forever. Wait another day to clear my thoughts, so jump into a love that won't be forgotten. Forever, forever, let's run away together. Let's run away together. അടുത്തതായി ഞങ്ങളുടെ വക ഒരു ഡാൻസ് പ്രോഗ്രാം ആയിരുന്നു. അങ്ങനെ പിറ്റേന്ന് തന്നെ എനിക്ക് ക്ലിനിക്കിലേക്ക് പോകേണ്ടത് കൊണ്ട് തന്നെ ഞാൻ വേഗം അവിടെ നിന്ന് ഇറങ്ങി. ഭക്ഷണം കഴിച്ച് വേഗം ട്രെയിൻ പിടിക്കാനായിട്ട് ഇറങ്ങി. അപ്പം ഞാൻ ദാ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ. അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഇതുപോലത്തുള്ള വീഡിയോസായിട്ട് കാണും വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.